ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഒരാൾക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഒരാളുടെ ആരോഗ്യമാണോ, ബന്ധങ്ങളാണോ, സമ്പത്താണോ, അറിവാണോ, ഇതെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്, ഒരുപോലെ തന്നെ വിലപ്പെട്ടതാണ്. പക്ഷെങ്കിലും ഇതിനേക്കാളും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വിലപ്പെട്ട മറ്റൊന്നാണ് സമയമെന്ന് പറയുന്നത്. ടൈം ഒരു മനുഷ്യന്, അതായത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ വീതിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് വളരെയേറെ വിലപ്പെട്ടതാണ് താനും. ബൈബിളിൽ സാധാരണ ടൈമിന് 2 ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുക. ഒന്ന് ക്രോണോസ് എന്ന് പറയുന്ന വാക്കും മറ്റൊന്ന് കെയ്റോസ് എന്ന് പറയുന്ന വാക്കും. ക്രോണോസ് എന്ന് പറയുന്ന വാക്കാണ് ഈ ഒരു ക്രോണോളജിക്കൽ ടൈം അല്ലെങ്കിൽ ബയോളജിക്കൽ ടൈം എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക്. നമ്മൾ എങ്ങനെയാണ് ഈ ടൈമിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരാളുടെ ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് കാലത്ത് ഒരു എക്സ്പെരിമെൻ്റ് ക്ലാസ്സിൽ വന്ന് അധ്യാപകൻ കാണിച്ചത് ഓർക്കുന്നുണ്ട്. ഒരു ജാറ് കാലിയായിട്ട് കൊണ്ടുവരുന്നു. ആ ജാറിൽ നിറയ്ക്കാനായിട്ട് വിവിധ പദാർത്ഥങ്ങൾ, വലിയ ഉരുളൻ കല്ലുകൾ, ചെറിയ ചരലുകൾ, ഒരു മണൽ തരികൾ കുറച്ച്, മണലൊരു പിടി, ഒപ്പം തന്നെ കുറച്ച് വെള്ളമൊക്കെ. ഇതെങ്ങനെയാണ് ഈ ജാറിൽ നിറയ്ക്കേണ്ടത് എന്നുള്ളതാണ് അധ്യാപകൻ്റെ ചോദ്യം. ഒരു എക്സ്പെരിമെൻ്റാണത്. പല രീതിയിൽ ശ്രമിക്കുന്നു, പല കാറ്റഗറി ചെയ്ത് കുട്ടികൾ വരുന്നു. ആ ജാറിൽ ഈ പറയുന്ന പദാർത്ഥങ്ങളൊക്കെ നിറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വിജയിക്കുന്ന കുട്ടി കാണിക്കുന്ന രീതിയാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ളത്. ആദ്യം മുഴുത്ത ഉരുളൻ കല്ലുകൾ ജാറിലേക്ക് ഇടുകയാണ്. അതിടുമ്പോൾ തന്നെ ജാറ് ഏകദേശം നിറഞ്ഞതുപോലെ തോന്നുന്നു. പക്ഷെ എങ്കിലും വീണ്ടും ഈ ചരൽ അതിലേക്ക് എറിയുമ്പോൾ ഈ ഉരുളൻ കല്ലുകൾക്കിടയിലുള്ള വിടവിലൂടെ ഈ ചരൽ ഊർന്നിറങ്ങുകയും ജാറിലേക്ക് നിറയുകയും ചെയ്യുന്നു. വീണ്ടും ഈ മണൽ അതിലേക്ക് ഇടുമ്പോൾ ഈ ഉരുളൻ കല്ലുകളുടെയും ചരലുകളുടെയും ഇടയിലൂടെ ഈ മണൽത്തരികൾ താഴേക്ക് ഇറങ്ങുന്നു. വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ജാർ ഏതാണ്ട് കംപ്ലീറ്റ് ഫില്ലായി നിൽക്കുന്നു. ഇതൊരു പ്രത്യേക രീതിയാണ്. അതായത് ജാറിൻ്റെ അകത്തുള്ള സ്പേസ് ഈക്വലാണെങ്കിലും അത് നിറയ്ക്കേണ്ട രീതിയിലുള്ള വ്യത്യാസമാണ്. അത് ഈ സമയത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കെല്ലാവർക്കുമുള്ള സമയം സെയിമാണ്, തുല്യമാണ്. പക്ഷെ അതിനെ ഓരോരുത്തരും എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ തോതനുസരിച്ചാണ് ഒരാളുടെ ജീവിത വിജയം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് നിങ്ങളുടെ സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവിനെന്നൊക്കെ. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്നത് ഈ ടൈം മാനേജ്മെൻറ്റിൽ ഒരു പാളിച്ച പറ്റാറുണ്ട്. എങ്ങനെയാണ് സമയം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കൊപ്പമാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റാറുണ്ട്. നമ്മൾ ഒരു ഫിലോസഫർ പറയുന്ന പോലെ നമുക്ക് ഒരേ ഒരു പ്രശ്നമുള്ളൂ, നമുക്ക് ഇനിയും സമയമുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പല കാര്യങ്ങൾ ആരംഭിക്കാനൊക്കെ തുടരുമ്പോൾ നമുക്കിനിയും സമയമുണ്ട് എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും നമ്മുടെ പരാജയത്തിലേക്ക് പിൻവലിക്കാനായിട്ടുള്ള കാരണം. കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ഇപ്രകാരമാണ്. നരകത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. നരകത്തിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ ലൂസിഫർ എന്നൊക്കെ പറയുന്ന ഈ പിശാചുക്കളുടെ തലവൻ ഈ പിശാചുക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, കുട്ടികളെ വഴിതെറ്റിക്കാനായിട്ട് നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരൊക്കെ നല്ല വഴിയിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വീണ്ടും തിന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് പറയുകയാണ്. അപ്പോൾ മുതിർന്നവർ ഓരോരുത്തർ തുടങ്ങിയിട്ട് കുട്ടികളെ വഴിതെറ്റിക്കാനായിട്ടുള്ള ഓരോരോ സജഷൻസ് പറയുന്നു. ചിലർ പറയുന്നു കുട്ടികളെ കുറേ കൂടിയൊക്കെ TV കാണിക്കാനായിട്ട് പ്രലോഭിക്കാം എന്ന് പറയുന്നു. വേറെ ഒരു കൂട്ടരും പിശാചുക്കൾ പറയുന്നു കുട്ടികളെ മാതാപിതാക്കന്മാരോട് അനുസരണക്കേട് കാട്ടാനായിട്ട് ഞാൻ പ്രേരിപ്പിക്കാം എന്നൊക്കെ പറയുന്നു. വേറെ ഒരു കൂട്ടർ പറയുന്നു കുട്ടികളെ ഞാൻ മോശമായ കാഴ്ചകളിലേക്ക് നയിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോഴൊക്കെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ പിശാചുക്കളുടെ തലവൻ തൃപ്തനാകുന്നില്ല. അയാൾ പറയുകയാണ് ഇതൊക്കെ ചെയ്യിക്കാനായിട്ട് ഒത്തിരി കുട്ടിപ്പിശാചുകൾ ഇപ്പോൾ തന്നെ ഭൂമിയിലുണ്ട്. എന്നിട്ടും കുട്ടികളൊക്കെ പ്രാർത്ഥനകളിലൂടെയും അച്ചടക്കമായ ജീവിതത്തിലൂടെയൊക്കെ ഇതിനെ അതിജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുട്ടി പിശാച് എഴുത്തിന്ന് പറയാണ് എനിക്കൊരു ഉപായം പറയാനുണ്ട്. എനിക്കൊരു ഉപായം എന്താണ്? അവൻ എണീറ്റെന്ന് പറയാണ് ഞാൻ കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് അവരെ പ്രലോഭിക്കും, നിങ്ങൾ പേരൻസിനെ അനുസരിക്കണം, നിങ്ങൾ നല്ലത് ചെയ്യണം, നിങ്ങൾ നല്ലത് കാണണം
എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഉപദേശിക്കാം. അപ്പോഴേക്കും ഈ ചുറ്റും നിൽക്കുന്ന ഈ മുതിർന്ന പിശാചുക്കളൊക്കെ ഈ ചെറിയ കുട്ടി പിശാചിനെ കളിയാക്കാനും ചീത്ത പറയാനും അടിച്ചിരുത്താനായിട്ടൊക്കെ ശ്രമിക്കാൻ തുടങ്ങി. ഈ ലൂസിഫർ എന്ന് പറയുന്ന ആളിലൊക്കെ മുഖം ചുമന്നു. പക്ഷേ ഈ കുട്ടി പിശാച് അപ്പോഴും ഇരിക്കാതെ പറയാണ്, അല്ല എനിക്കൊരു കൊച്ചു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഈ വക നല്ല കാര്യങ്ങളൊക്കെ പാരൻസിനെ അനുസരിക്കണമെന്നും നന്നായിട്ട് പഠിക്കണമെന്നും TV കാണരുതെന്നൊക്കെ പറയുമ്പോഴും കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയും പറയും. അതെന്താണ്? അത് ഇന്ന് വേണ്ട നാളെ മതി, ഇന്ന് വേണ്ട നാളെ മതി. അതായത് നിങ്ങൾ പാരൻസിനെ അനുസരിക്കണം, നാളെ അനുസരിക്കാം. TV കാണാതിരിക്കണം, നാളെ കാണാതിരിക്കാം. അല്ലെങ്കിൽ നന്മ പ്രവർത്തികൾ ഒരുപാട് ചെയ്യണം, അത് നാളെ ചെയ്യാം. ഇന്നിപ്പോൾ ഇങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു ചിന്ത. ഇതെല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു അപകടമാണിത്. നന്മ ചെയ്യാനായിട്ടും വിശ്വസ്തതയിൽ ജീവിക്കാനായിട്ടും ആത്മീയമായിട്ടൊക്കെ വളരുവാനായിട്ടൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്, നീട്ടിവെച്ചുകൊണ്ട് പോകാണ്. അനുതാപത്തിനായിട്ട് നമ്മൾ നീട്ടിവെച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ കുമ്പസാരിക്കാനായിട്ട് നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നു, നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നീട്ടിവെച്ചുകൊണ്ട് പോകുന്നു. അതൊരു വല്ലാത്തൊരു അപകടത്തിൻ്റെ സൈനാണത്. നമുക്കറിയാം, സമയത്തിന് അത് എത്ര കുറച്ച സമയമാകട്ടെ, എത്രയും അകന്ന അല്ലെങ്കിൽ കൂടിയ സമയമാകട്ടെ, അതിന് അതിൻ്റേതായിട്ടൊരു വിലയുണ്ട്. സാധാരണ പറഞ്ഞു ചേർക്കാറില്ലേ, ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു വർഷം ക്ലാസ്സിൽ തോറ്റ കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവനറിയാം ഒരു വർഷത്തിൻ്റെ വില എത്രയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു മാസം തികയാതെ പ്രസവിച്ച ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ഒരമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി. ആ അമ്മയ്ക്ക് അറിയാം ഒരു മാസത്തിൻ്റെ വില. അല്ല ഒരു ആഴ്ചയുടെ വില അറിയാനായിട്ട് ഒരാഴ്ചയിൽ വീക്കിലി ഇറങ്ങുമ്പോൾ ആ വീക്കിലിയുടെ എഡിറ്ററുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഒരാഴ്ചയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആ എഡിറ്റർക്ക് അറിയാം. അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓരോ ദിവസവും അവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അവർ പറഞ്ഞു തരും. ഒരു മണിക്കൂറിൻ്റെ വില അറിയാനായിട്ട് സാധാരണ പറയുമ്പോൾ ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ചില ട്രെയിനോ ഫ്ലൈറ്റോ ഒക്കെ നഷ്ടപ്പെട്ടവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവർക്കറിയാം അതിൻ്റെ പ്രാധാന്യം, ഒരു മണിക്കൂർ എത്രയും പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ വില അറിയാനായിട്ട് ഉള്ളത് ഒരു മിനിറ്റിൻ്റെ ശ്രദ്ധ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ ചില ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ച ആൾക്കാരുടെ ഒക്കെ ചോദിച്ചാൽ മതി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതെന്ന്. അതല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഒക്കെ വില അറിയണമെങ്കിൽ ഈ ഓട്ട മത്സരത്തിലൊക്കെ 2ാം സ്ഥാനത്തേക്കൊക്കെ തഴയപ്പെട്ടവൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഏതു നിമിഷവും ഒരു സെക്കൻഡ് മുതൽ ഈ വർഷക്കണക്ക് വരെ അത്ര പ്രധാനപ്പെട്ടതാണ്. സമയമെന്ന് പറയുന്നത് അതൊരു നിസ്സാര സംഗതിയല്ല. അത് എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ക്രോണോളജിക്കൽ ടൈമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു സമയത്തിൻ്റെ പരിധിയെക്കുറിച്ച്. നമ്മുടെ ഈ സമയം എപ്രകാരമാണ് ചെലവഴിക്കുന്നത്? നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്? ആർക്കൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത്? നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ചില വ്യക്തികളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല. ചില സമയത്താകട്ടെ നമുക്ക് തോന്നും, ചില ക്ലാസ് റൂമിലൊക്കെ നമുക്ക് പറയത്തില്ല, ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാച്ച് നോക്കി ഇരിക്കൽ മാത്രമേ ഉള്ളൂ, സമയം പോകും തോന്നില്ല. അപ്പം നമ്മുടെ താല്പര്യമാണ് പലപ്പോഴും ഈ സമയത്തെ നിശ്ചയിക്കുന്നത്. സമയം ഒരു ആപേക്ഷികമാണെന്നൊക്കെ പറയാൻ ചിലപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് പോലെയും നമ്മുടെ താല്പര്യങ്ങൾ പോലെയും നമ്മുടെ ആഗ്രഹങ്ങൾ പോലെയും. അപ്പോൾ വിവേകമുള്ള ഒരു മനുഷ്യനുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന് ഈ സമയത്തെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവാണ്. സമയത്തെ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ്. എൻ്റെ സമയത്തെ ഞാൻ എപ്രകാരമാണ് വിനിയോഗിക്കുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്, എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരോടൊക്കെ ഒപ്പമാണ് ഞാൻ സമയം ചെലവഴിക്കുന്നത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ആവശ്യമില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾക്കായിട്ട് പലപ്പോഴും വേണ്ടത്ര സമയം പോലും ചെലവഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊരു സൈബർ യുഗമാണ്, ഒരു ഡിജിറ്റൽ കാലഘട്ടം. ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ, സൈബർ യുഗത്തിൽ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തു പോകുന്നത് ഈ ഒരു മേഖലയിലാണെന്ന് തോന്നാറുണ്ട് പലപ്പോഴും. നമുക്കറിയാം, വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ഡിജിറ്റൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഒരു സമയം ഒരുപാട് കൺസ്യൂം ചെയ്തു പോകുന്നത്. അപ്പോൾ വിവേകത്തോടു കൂടി പെരുമാറാനായിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മേഖലയിൽ ഒരു കൺട്രോൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സമയത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പലപ്പോഴും ഒരു ദിവസത്തിൽ നമ്മൾ പോകുന്നത് ഈ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊരു പഠനം നടക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാസ് മീഡിയയിലൂടെയൊക്കെയാണ്
നമ്മുടെ സമയം ഒരുപാട് ചെലവഴിച്ച് പോകുന്നത്. അതൊരു കുഞ്ഞിൻ്റെ കഥ പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കുഞ്ഞ് തൻ്റെ പപ്പയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓഫീസിലും ജോലി ചെയ്യുമ്പോൾ പപ്പയുടെ അടുത്ത് ചെല്ലുകയാണ്. പപ്പ എന്ന് കൊച്ച് നിഷ്കളങ്കമായിട്ട് വിളിക്കുകയാണ്. പപ്പയ്ക്ക് ഒരു മാസം എത്രയാണ് ശമ്പളം എന്ന് കുഞ്ഞ് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് മാസം ഏകദേശം ഒരു 20,000 രൂപയോളം ശമ്പളമുണ്ട്. കൊച്ച് ഇങ്ങനെ വളരെ അതിശയത്തോടുകൂടി പപ്പയെ നോക്കുന്നു. വീണ്ടും കൊച്ച് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പപ്പയ്ക്ക് ഒരു ആഴ്ച എത്രയാണ് ശമ്പളം? അപ്പോൾ ഒരു നിശ്ചിത തുക പറയുന്നു. വീണ്ടും കൊച്ചിന് അതിശയമാകുന്നു. കൊച്ച് ചോദിക്കുന്നു, പപ്പ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പപ്പയ്ക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? അപ്പോൾ പപ്പ പറയുന്നത്, എനിക്കൊരു ദിവസം ഏകദേശം ഒരു 1000 രൂപയോളം ശമ്പളം കിട്ടും. വീണ്ടും കൊച്ച് പറയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പപ്പയ്ക്ക് ഒരു മണിക്കൂർ എത്ര ശമ്പളം കിട്ടുക? അപ്പോൾ പുള്ളി അറിയാണ്, എനിക്കൊരു മണിക്കൂർ ഏകദേശം ഒരു 300 രൂപയോളം ആണ് ശമ്പളം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ കൊച്ച് ഈ ഒരു പൈസ ചുരുങ്ങിയ ഒരു എമൗണ്ട് ആയിക്കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് തന്നെ മുറിയിലേക്ക് ചെന്നിട്ട് ഒരു കാശ് കൊടുക്കുക, ആ കുട്ടിയുടെ കുടുക്ക ഇങ്ങനെ നിലത്ത് വീണ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ആ ചില്ലറ മുഴുവൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പപ്പയുടെ അടുത്ത് കയറി കൊടുത്ത് പറയാണ്, പപ്പ ഇത് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും ഈ പണത്തിനുള്ള സമയം പപ്പ എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരുമോ? അതാണ് കുട്ടിയുടെ ആഗ്രഹം. ഈ പണത്തിനുള്ള സമയം പപ്പ എൻ്റെ കൂടെ ഒന്ന് കളിക്കാൻ വരുമോ? നമ്മൾ പലപ്പോഴും ഈ ഒരു പ്രത്യേകത ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സമയം ഈ പണത്തിനേക്കാളൊക്കെ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന അതിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ആരോടൊപ്പമാണ് ഓരോ ദിവസത്തിലെയും സമയം ചെലവഴിക്കുന്നത്? നമ്മൾ ഒരു ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയാണോ അതോ ബയോളജിക്കലായിട്ടുള്ള മനുഷ്യന്മാരോട് കൂടിയാണോ? മനുഷ്യന്മാരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു കുട്ടികളുടെ കൂടെയാകട്ടെ, പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെയാകട്ടെ, അല്ലെങ്കിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ കൂടെയാകട്ടെ, അവർക്കൊക്കെ ഒരു നിശ്ചിതമായ സമയം, ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടൈം കൊടുക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്. ഇനി മനുഷ്യന്മാരോടൊപ്പം കൊടുക്കുക എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന് കൊടുക്കേണ്ട സമയം. ഈശ്വരന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു സ്പേസ് ആൻഡ് ടൈമുണ്ട് നിൻ്റെ ജീവിതത്തിൽ. അതൊരു ദിവസത്തിൽ, ഒരു മണിക്കൂറിൽ ആ സമയം മാറ്റിവെക്കാനായിട്ട് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയുടെ ജീവിതത്തിൽ നിന്നും അത് പഠിക്കുന്നത് നല്ലതാണ്. ഈശോയ്ക്ക് എല്ലാത്തിനും സമയമുണ്ടായിരുന്നു. നമുക്കറിയാം, ഈശോ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് പോയിരുന്നു. അതല്ലെങ്കിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പോയിരുന്നു. ഒറ്റയ്ക്ക് മലമുകളിൽ കയറി അവൻ പ്രാർത്ഥിച്ചിരുന്നു. അവൻ യാത്ര ചെയ്യുകയും കൂട്ടുകൂടുകയും സല്ലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. സമയം എന്നുള്ള രീതിയിൽ ഒരു സല്ലപിക്കാനായിട്ടും സന്തോഷിക്കാനായിട്ടും കരയുന്നവരുടെ കൂടെ കരയാനായിട്ടും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പഠിക്കണം നമ്മൾ. അത് ഈശോയുടെ ജീവിതമാണ് ഏറ്റവും വലിയ മാതൃക. ഈശോ പറഞ്ഞ 2 ഉപമകളെങ്കിലും മിനിമം ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തത് ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉമ്മയാണ്. ജോലിക്കാരുടെ ഉമ്മയിൽ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് കൃഷിക്കാരെ യജമാനൻ വേലയ്ക്ക് വിളിക്കുന്നു. ചിലർ ആദ്യം വരുന്നു, പിന്നീട് വേറെ ചിലർ അവസാനം വരുന്നു. അങ്ങനെ വേലക്കാർക്ക് ഈ യജമാനൻ ശമ്പളം കൊടുക്കുമ്പോൾ ഈ അവസാനം വന്നവർക്കും ആദ്യം വന്നവർക്കും ഒരേ വേതനം കിട്ടുന്നു എന്നുള്ളതാണ്. ദ ലാസ്റ്റ് അവർ. ആരാണ് ഈ ലാസ്റ്റ് അവറിൽ വന്നത്? അത് ബൈബിളിലെ കാഴ്ചപ്പാടിൽ ഈ അവസാന സമയത്ത് വന്ന വിജാതീയരൊക്കെയാണ് ഈ ലാസ്റ്റ് അവറിൽ വന്നവരെന്ന് കണക്കാക്കുന്നു. പക്ഷെ എങ്കിൽ പോലും നമുക്ക് തോന്നുന്നു ഈ അവസാന നിമിഷം പോലും പശ്ചാത്താപത്തിൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് വരാനായിട്ട് മനസ്സ് കാണിക്കുന്നവർക്ക് സ്വർഗരാജ്യം അവകാശപ്പെട്ടതാണ്. ബൈബിളിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ ലാസ്റ്റ് അവർ ആരാണ് അല്ലെങ്കിൽ ആർക്കാണ് അവകാശപ്പെട്ടത്? അവസാനത്തെ മണിക്കൂറിലെങ്കിലും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ടൊരു ദിവസം എനിക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു മണിക്കൂറായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മിനിമം ടൈം ആയിരിക്കാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ പ്രതിഫലത്തിന്, വലിയ പ്രതിഫലത്തിന് എന്നെ അർഹരാക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ അവസാന മണിക്കൂർ എന്ന് നമുക്ക് അറിയത്തില്ല. എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് നമുക്കറിയത്തില്ല. സാധാരണ പറയില്ല, ഒരു 20 വർഷത്തിൻ്റെ ബർത്ത്ഡേ ഒരാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം 20 വർഷം അയാൾ മരിച്ചു എന്ന് തന്നെയാണ്. ആഘോഷിക്കുന്നത് ജനിച്ച ദിവസമാണെങ്കിലും ഒരു 60 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ ശരാശരി ആയുസെങ്കിൽ 20 വർഷത്തെ ബർത്ത്ഡേയുടെ കേക്ക് ഊതി മെഴുതിരി ഊതി കത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അർത്ഥം ആ 20 വർഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനസാന്തരം നീട്ടിവെക്കും തോറും അല്ലെങ്കിൽ അവസാനത്തെ മണിക്കൂർ നമുക്ക് എന്താണ് എന്നാണ് എന്ന് അറിയാത്തത് കൊണ്ട് വലിയൊരു അപകടം അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സമയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനായിട്ട് കുറച്ച് സമയം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഈശോ പറഞ്ഞ ഉപമകൾ ഒന്നാണ് താലന്തുകളുടെ ഉപമയാണ്. ഒരു യജമാനൻ ശിഷ്യന്മാരെ ഇങ്ങനെ താലന്തുകൾ വ്യത്യസ്തമായിട്ട് ഏൽപ്പിക്കുകയാണ്. ചിലർക്ക് 10,
ചിലർക്ക് 5, ചിലർക്ക് 1 എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് യജമാനൻ അവർക്ക് തുല്യമായിട്ട് കൊടുത്തത് എന്താണ്? തുല്യമായിട്ട് കൊടുത്തത് സത്യത്തിൽ സമയമാണ്. സമയം എത്രയാണ്? യജമാനൻ ദൂരദേശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടം ഈ 10 താലന്ത് കിട്ടിയവനും 5 താലന്ത് കിട്ടിയവനും 1 താലന്ത് കിട്ടിയവനും തുല്യമാണ്. പക്ഷെ അവരത് പ്രയോജനപ്പെടുത്തുന്ന രീതി വേറെ വേറെ രീതിയിലായിരുന്നു. ചിലരത് ബിസിനസ് ചെയ്യുന്നു, ക്രയവിക്രയം ചെയ്യുന്നു, മറ്റു ചിലരാകട്ടെ ആ നാണയം കുഴിച്ചിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് യജമാനൻ പോയി തിരിച്ചു വരുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അവർ സമയം ഉപയോഗപ്പെടുത്തിയ രീതി വ്യത്യസ്തമായിരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ താലന്തുകൾ വ്യത്യാസം ഉണ്ടാവും, കഴിവുകൾ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഉയർന്ന കഴിവും, ചിലർക്ക് ചിലപ്പോൾ പഠിക്കാനായിട്ട് കഴിവ് കുറവായിരിക്കും, ചിലർക്ക് വരയ്ക്കാനായിട്ടായിരിക്കും കഴിവ്, ചിലർക്ക് അത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ടാലൻസ് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഈക്വലി കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഈ സമയമാണ്. ഈ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ടാലൻസിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ടാലൻസ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ഒരു ക്രോണോളജിക്കലായിട്ടുള്ള ടൈമിനെ കുറിച്ചാണ്, അതല്ലെങ്കിൽ ഒരു ബയോളജിക്കലായ ടൈമിനെ കുറിച്ചാണ്. ഈ ബൈബിളിൽ പറയുന്ന ടൈമിങ്ങിൻ്റെ രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് കൈറോസാണ്, ദൈവികമായൊരു സമയം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരവസ്ഥകൾ ഉണ്ടായിരിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ മുമ്പിൽ 1000 ദിവസങ്ങൾ ഒരു ദിവസം പോലെയും 1 ദിവസം 1000 ദിനങ്ങൾ പോലെയുമാണെന്ന്. അതായത് ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു ടൈം, ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അതിനൊരു ഒരു 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 അവസ്ഥാന്തരം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയമായിക്കൊള്ളണമെന്നില്ല ദൈവത്തിൻ്റെ ഒരു സമയം. അതുകൊണ്ടാണ് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നൊക്കെ ഈശോ ബൈബിളിൽ പറയുന്നത് കർത്താവിൻ്റെ സമയം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ പരിമിതിയല്ല. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ നിലപാടുകൾ മനസ്സിലാക്കുവാനായിട്ടും ഒരു ദൈവിക സമയത്തിന് വേണ്ടി കാത്തിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി ഒന്ന് ചുരുക്കി പറയാം. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്തും അറിവും സൗന്ദര്യവും ആരോഗ്യവും പോലെ തന്നെ സമയമാണ്. സമയമെന്ന് പറയുമ്പോൾ ആ സമയം എല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാവർക്കും, ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ തന്നെ ഈ മനുഷ്യന് ആകെക്കൂടി കിട്ടുന്നത് 1000-10000 ചില്ലാൻ പകലുകളാണ്. ആ പകലുകൾ കൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു? ആ പകലുകൾക്കിടയിലാണ് അവന് കാട്ടിക്കൂട്ടുന്ന സകല തോന്നിവാസങ്ങളും, സകല നന്മകളും അത്രയും തന്നെ സമയം കൊണ്ടാണ്. ഇപ്പോൾ ഒരു 60 വയസ്സുള്ള മനുഷ്യൻ്റെ കാര്യമാണിത്. അപ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഏവറേജ് ഒരു മനുഷ്യന് കിട്ടുന്ന സമയം ഈക്വലാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും. അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും, നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് പലപ്പോഴും എൻ്റെ വീട്ടുകാർക്കൊപ്പം, എൻ്റെ കൂട്ടുകാർക്കൊപ്പം, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഉന്മേഷത്തിന് വേണ്ടി, ഒപ്പം തന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു സമയം, നിശ്ചയ സമയം മാറ്റിവെക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് ഏറ്റവും കൂടുതലായിട്ട് വെല്ലുവിളി ഉയർത്തുന്നത് നമ്മുടെ ഒരു ഡിജിറ്റലായിട്ടുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ ഒരു മീഡിയയുടെ ഒരു അതിക്രമമാണ്. അത് പലവർക്കും പല തോതിലായിരിക്കും. അത് വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാകട്ടെ, അല്ലെങ്കിൽ മാസ് മീഡിയയുടെ ഉപയോഗമാകട്ടെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഈ നിശ്ചിത സമയം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ ഗൗരവമായിട്ട് തടസ്സപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഞാനൊരു ശിക്ഷണത്തിൽ ഏർപ്പെടേണ്ട, ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഈ സമയത്തെ ഞാൻ എപ്രകാരം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ടാലൻസ് പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും. മറ്റൊരാൾക്കുള്ളതല്ല എൻ്റെ ടാലൻസ്, എനിക്കുള്ളതല്ല അപർണൽ ടാലൻസ്. പക്ഷേ എല്ലാവർക്കും ഈക്വലി കൊടുത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സമയമായതുകൊണ്ട് ആ സമയത്തെ മേക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ചാണ് എൻ്റെ വിജയവും പരാജയവും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഓർക്കുക, മറ്റെല്ലാവർക്കും സമയം വിധിച്ചു കൊടുക്കുമ്പോഴും ഈശ്വരന് വേണ്ടി ഒരു സമയം കൊടുക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. ഈശോയ്ക്ക് അത് കഴിഞ്ഞിരുന്നു. അവൻ എപ്പോഴും തൻ്റെ ഏത് പ്രവർത്തനങ്ങൾക്ക് മുമ്പും, അവൻ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപ്, അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ ഗെത്സമേനിലൊക്കെ അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഒരല്പസമയം മാറ്റി വെച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും തമ്പുരാന് വേണ്ടി കൊടുക്കുന്ന സമയം നഷ്ടമാകില്ല എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി എല്ലാ ദിവസവും ഈശോയ്ക്ക് വേണ്ടിയിട്ട്, ഈശ്വരന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം, അത് ആരാധനയുടെയോ പ്രാർത്ഥനയുടെയോ കുടുംബ പ്രാർത്ഥനയുടെയോ ബൈബിൾ വായനയുടെയോ കൊന്ത നമസ്കാരത്തിൻ്റെയൊക്കെ സമയം മാറ്റിവെക്കുവാനായിട്ടും നമുക്ക് പറ്റണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ രീതിയിൽ ഈ സമയത്തെ മാനേജ് ചെയ്യാനായിട്ടും
ക്രമീകരണം ജീവിതത്തിൽ വരുത്തുവാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.